വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, അബദ്ധം പറ്റുന്നവരിൽ ഏറ്റവും നല്ലവർ. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഏങ്ങിക്കരഞ്ഞതിനെക്കുറിച്ച് മലയാളികൾ ഒരാഴ്ച ചർച്ച ചെയ്തു. മലയാളി മുസ്ലിങ്ങൾ അയ്യയ്യേ അയ്യയ്യേ നാട് വിട്ടാലും തോന്നിപ്പോകുക. എനിക്ക് ഒരു വയോവൃദ്ധനായ മനുഷ്യന് ഏങ്ങിക്കരഞ്ഞു ഒരു പ്രഭാഷണ മധ്യേ. അതിനെ കാച്ചാൻ എന്തെടാ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അയ്യയ്യേ അയ്യയ്യേ, അത്ര സംസ്കാരം അതപ്പതിച്ചോയോ? ഒരു വയസ്സിന് ഏങ്ങിക്കരയാൻ അവകാശമില്ലേ? അയ്യയ്യേ, എന്നിട്ട് അയാളെ കളിയാക്കുക. അയ്യയ്യേ അയ്യയ്യേ, എന്തിനാ നിങ്ങളൊക്കെ നിസ്കരിക്കണേ? അയ്യയ്യേ അയ്യേ. ഒരു പ്രഭാഷണ മധ്യേ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഏങ്ങിക്കരഞ്ഞുപോയി. അതിനെ മലയാളികളിട്ട്, മലയാളി മാപ്പിളമാരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിയാക്കന്മാർ അയ്യയ്യേ ഇവരുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നല്ലോ, അയ്യയ്യേ അയ്യേ അയ്യയ്യേ അയ്യേ. എത്ര സംസ്കാരം നശിച്ചിട്ടുണ്ട് മലയാളി മാപ്പിളമാരുടെ. മുസ്ലിയാക്കന്മാര് അയ്യയ്യേ, എൻ്റെ മുസ്ലിയാക്കന്മാര്. അതിലും കുറ്റം കണ്ടാൽ പിന്നെ എവിടെ നമ്മൾ ഇനി എവിടെ പോകും? അതിലും കുറ്റം. ഒരാൾ കരഞ്ഞാൽ കുറ്റം, ഒരാൾ ഏങ്ങിക്കരഞ്ഞാൽ കുറ്റം, അതിന് കുറ്റം. അതും കാപട്യമാണെങ്കിൽ പിന്നെ എവിടെ നമ്മൾ എത്തിപ്പോവാ? ഒരാൾ ഏങ്ങിക്കരഞ്ഞു, തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത് കരഞ്ഞുപോയി. അയാൾക്കതിന് അവകാശമില്ലേ? ഉണ്ടോ അല്ലേ? അയാളെ പ്രശംസിക്കല്ലേ വേണ്ട? അയ്യയ്യന്റെ സിരിയാക്കന്മാരെ താടി പഠിച്ചു പോടാ, താടി വെച്ച് താലേ കെട്ടി നടക്കുക ഓരോരുത്തരും. എന്നിട്ട് ഖുർആനും ബൈബിളും മഹാഭാരതവും ചർച്ച ചെയ്യാവൻ ഇവിടെ കൂടിയിട്ട് അയ്യയ്യൊക്കെ എത്ര വലിപ്പുണ്ടല്ലടാ. ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത് നിന്റെ താടി കൊണ്ടല്ല, നിന്റെ മനുഷ്യത്താണ്. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഈ കഴിഞ്ഞ ആഴ്ച തേങ്ങിക്കരഞ്ഞു. ആരുടെ കുറ്റം ചെയ്യാത്തത്? ആർക്കട അവിടെ അബദ്ധം പറയാത്തത്? എന്താണ് വിചാരിച്ച്? കുല്ലുബിന് മനസ്സിലാവണില്ലേ? പറ്റുണി പൊയ്ക്കോളി, ഇതിലെ വാതിൽ പൊയ്ക്കോളി. മനുഷ്യന്റെ സംസ്കാരം അതപ്പതിച്ചാലേ ഒരേങ്ങിക്കരയുന്നവനെ കളിയാക്കൂ. അതും മുസ്ലിയാക്കന്മാർ ചെയ്തു. അയ്യേ, നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങളൊക്കെ കൂടുന്ന ജുമാക്ക് വരുന്നതിൽ എനിക്ക് ലജ്ജ വന്നു. കുല്ലുബിന് ആദമ ഖത്താഊൻ, പറ്റുണി പോയിക്കോളിയടാ. കുല്ലുബിന് ആദമ ഖത്താഊൻ, മനുഷ്യർക്കെല്ലാം അബദ്ധം പണയും. മനസ്സിലായില്ലേ? കുറ്റവും തെറ്റും ഒക്കെ തീരുമാനിക്കേണ്ട പഠിച്ചവനാ. അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധം, കുറ്റം എന്ന് പറയണ്ട. സയ്യിദുന ആദം മഅസൂമാ, സയ്യിദുന ആദം മഅസൂമാൻ, കുറ്റവിമുക്ത, കുറ്റം ചെയ്യാത്ത പാപസുരക്ഷിതൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ പഴത്തുമ തൊടരുത് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് അടുത്തിട്ടുണ്ട് സയ്യിദുന ആദം. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് കൊല്ലം പിന്നെ കരഞ്ഞിട്ടുണ്ട്. 1000 കൊല്ലം കരഞ്ഞിട്ടുണ്ട് ഉണ്ട്. അതോർത്ത് അതിന് എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അതെന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താണല്ലോ, പാപം പറയണ്ട അല്ലെ? അങ്ങനെയല്ലേ അങ്ങനെയല്ലേ? അപ്പൊ നമ്മളെ പിതാവിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ ഈ ഭൂമിയിൽ വന്നത് എങ്ങനെയാ? കുട്ടി എവിടെയുടെ രാവിലെ നമ്മൾ ഈ ഭൂമിയിൽ ആദ്യം കാല് കുത്തുമ്പോൾ മനുഷ്യനുണ്ടായതെന്താ? ഖേദം. അപ്പൊ ഭൂമിയിൽ ആദ്യം കാല് കുത്തുമ്പോൾ മനുഷ്യനുണ്ടായതെന്താ? ഖേദം. അപ്പൊ മരണം വരെ ഉണ്ടാകേണ്ടത് എന്താ? ഖേദം. ഖേദം നമ്മുടെ സിസ്റ്റം. നമ്മൾ പാപിയായി ജനിച്ചതല്ല, പാപം ചെയ്തു. മനസ്സിലാവില്ലേ? പാപിയായി ജനിച്ചു എന്നത് വേറൊരു വിഭാഗത്തിന്റെ തോട്ടാണ്. ആ തോട്ടിന് ഇസ്ലാം എതിരാണ്. ഒരിക്കലും പാപിയായി ജനിക്കൂല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. പാപിയായി ജനിക്കൂല. പക്ഷേ സാഹചര്യം മനുഷ്യനെ പാപം ചെയ്തേക്കും. അങ്ങനെയല്ലേ മനുഷ്യൻ? മനുഷ്യൻ മരുഭൂമിയിലെ തൂവൽ പോലെയാണ്. മനുഷ്യ മനസ്സ് മരുഭൂമിയിലെ തൂവൽ പോലെ. അതെന്താ?
പടിഞ്ഞാറ് കാറ്റ്